അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ ചാനൽ സുറുമീസ് വ്ലോഗ്സ്. അപ്പം ഞാൻ ഇന്ന് പൈനാപ്പിൾ വെച്ചിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വലിയ പൈനാപ്പിളായിരുന്നു, അതിൽ നിന്ന് ഞാൻ ഒരു പീസ് കട്ട് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. റൗണ്ടിൽ കട്ട് ചെയ്താലും മതി. ഇത് വലിയ പൈനാപ്പിൾ ആയതുകൊണ്ട് ഞാൻ ചെറുതാക്കിയതാണ്. പിന്നെ ഇതിനകത്തേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് പാകത്തിനുള്ള ഉപ്പ്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് തിരുമ്മി വെക്കുക. ഇത് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. സിമ്പിളായിട്ടുള്ളതാണ്, പിന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഈ പൈനാപ്പിൾ ഒന്ന് അതിൽ നിരത്തി വെച്ചിട്ട് ചെറിയ രീതിക്ക് ഫ്രൈ ആക്കി എടുക്കാം. ഒരുപാട് ഫ്രൈ ആക്കേണ്ട കാര്യമില്ല. ഇതൊന്ന് തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് രണ്ട് സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് കട്ട തൈര് എടുക്കുക. പുളിയില്ലാത്ത തൈരുണ്ടല്ലോ, അതാണ് എടുക്കുന്നത്. അതെടുത്തിട്ട് അതൊന്ന് ഉടച്ചു കൊടുക്കാം. അതിനകത്തേക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് താളിച്ച് ഒഴിക്കേണ്ട. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തൈരായതുകൊണ്ട് അങ്ങനെ ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതിങ്ങനെ ചൂടോടുകൂടിയാണ് താളിച്ചൊഴിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഈ പൈനാപ്പിളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തേങ്ങ അരക്കൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.